അവിടുത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു LS3 നോക്കാൻ പോവാണ്. നമുക്ക് പുതിയൊരു കാർ നമ്മുടെ അടുത്ത സമ്മറിലോട്ട് ഒക്കെ വേണ്ടി നമ്മളൊരു LS3 നോക്കാൻ പോവാണ്. വണ്ടി ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ വണ്ടി നമ്മളിപ്പോൾ ഹൺസ്വില്ലാണ് കിടക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 3 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ പോവാണ്. അപ്പോൾ കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. LS3 സ്റ്റിക്കാണ് ഗൈസ്. അതെ, LS3 6 സ്പീഡ് മാനുവൽ. അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ട്. അപ്പം ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നമ്മളിപ്പോൾ ജസ്റ്റ് ഓടിച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. ഇത് എന്ന് പറഞ്ഞാൽ ഇത് 2010 മോഡല് കമാറോ SS. അപ്പോൾ കമാറോ SS മാനുവലിനകത്ത് വരുന്നത് നമ്മുടെ LS3 എന്ന് പറഞ്ഞ എഞ്ചിനാണ്. ഇത് ജനറൽ മോട്ടോഴ്സിൻ്റെ അത് വരുന്നത് അത്യാവശ്യം നല്ലൊരു ട്യൂണിങ് കപ്പാസിറ്റി ഉള്ള ഒരു എഞ്ചിനാണ് LS3. ഇത് തന്നെ 6.2 ലിറ്റർ V8 ആണ് വരുന്നത്. അതായത് പവർ റേഞ്ച് എങ്ങനെയാണ്? 426 ഹോഴ്സ് പവർ, 420 ടോർക്കിൽ. അതെ, ഇത് 426 എന്ന് പറഞ്ഞാൽ പല ട്യൂണിങ് വേരിയേഷൻ ഇതിലെ വണ്ടിയുടെ എഞ്ചിൻ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു മോഡലാണ് 426. പക്ഷേ വേറെ മോഡൽസ് 436. അത് ട്യൂണിങ് വ്യത്യാസം അനുസരിച്ചിട്ട് പവർ റേഷ്യോ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LS3 എഞ്ചിൻ വരുന്നത് മാനുവലിലാണ്. പിന്നെ വേറൊരു കാര്യം, ഈ വണ്ടി ലിമിറ്റഡ് ഡിഫ് ആണ്. എക്സോസ്റ്റ് ആണെങ്കിലും ഈവൻ സ്റ്റോക്ക് എക്സോസ്റ്റ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു V8ന്റെ റോ പവർ അല്ലെങ്കിൽ ആ സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വണ്ടി വരുന്നത് 20 ഇഞ്ച് വീൽസ് ആണ് ഇപ്പോൾ വരുന്നത്. ഇവൻ ബോൺ സ്റ്റോക്ക് ആണ് വണ്ടി, ഒന്നും ചെയ്തിട്ടില്ല. സിംഗ്ലോൺ അതെ, സ്റ്റാഗേഡ് ആവും. ഒബ്വിയസ്ലി റിയർ വീൽ ഡ്രൈവ് സ്റ്റാഗേഡ് ആയിരിക്കും. പക്ഷേ ഫ്രണ്ട് 245 ബാക്ക് 275 ആണ്. ഇഷ്ടംപോലെ ട്യൂണിങ് പൊട്ടൻഷ്യൽ ഉള്ള വണ്ടിയാണ് ഇത്. അതെ, കൊടുത്തേ. ഇതാണ് നമ്മുടെ ലെജൻഡറി V8 LS3 എന്ന് പറയുന്ന എഞ്ചിൻ. അപ്പം ഇത് ബേസിക് സ്റ്റോക്കാണ്. എനിക്ക് അറിയത്തില്ല, ഇതിപ്പോൾ കസ്റ്റം പാക്കേജ് ചെയ്തുകൊണ്ടാണ് ഈ കളർ. നോർമൽ LS3ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് കസ്റ്റം പാക്കേജ് ഉള്ളതുകൊണ്ടായിരിക്കണം ഇതിപ്പോൾ ഇങ്ങനെ വന്നത്. അതുപോലെ തന്നെ ഇതാ V8 6. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6.2 V8 വരുന്നത് സ്റ്റോക്കാണ്. എവറിത്തിങ് സ്റ്റോക്കാണ് ഈ വണ്ടിയിൽ, ഒന്നും ചെയ്തിട്ടില്ല. ആക്സിഡൻറ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് വണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എൻജിൻ വൈസ് നോക്കുവാണെങ്കിൽ പോലും വണ്ടി അത്യാവശ്യം നീറ്റാണല്ലോ. കാര്യമായിട്ടും ഇവിടെ ബേയിലൊരു ചെളി പോലും ഇല്ല എന്നുള്ളതാണ്. അതെ, ഇവൻ നിങ്ങളിപ്പോൾ ഇപ്പോൾ 14 വർഷം പഴക്കമുള്ളൊരു വണ്ടിയുടെ അണ്ടർ ബോഡി അല്ല, ഇവൻ സബ് ഫ്രെയിമും എല്ലാം നോക്കിയാൽ പോലും ഇപ്പോൾ പറ്റിയ ചെളി അല്ലാണ്ട് വണ്ടിക്ക് തുരുമ്പായിട്ടൊന്നും കാണാനില്ല. ഒട്ടും റസ്റ്റ് ഇല്ല വണ്ടിക്ക്. സിംഗ്ലോണോ എനിക്ക് തോന്നുന്നത് വിന്റർ ഓടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇതുള്ള സമ്മർ ഡ്രൈവൻ ആണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഓൾ സീസൺ ആണ് വന്നേക്കുന്നത്. ഓൾ സീസൺ ഫ്രണ്ടിൽ 245 ബാക്കി 275 ആണ് ടയർ വന്നേക്കുന്നത്, 20 ഇഞ്ച്. അതുപോലെ തന്നെ ഇവൻ സൈഡ് വൈസും എല്ലാം നോക്കുവാണെങ്കിൽ പോലും, ഇവൻ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ പോലും അത്യാവശ്യം നീറ്റാണ് ഇന്റീരിയർ. ഒരു സ്ക്രാച്ചോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് കമാറോ മാനുവൽ SS മോഡലാണ്. അതുകൊണ്ട് സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്. പക്ഷേ അത്യാവശ്യം കുറച്ച് സൗണ്ട് ഉണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ സൗണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ആക്സിൽ ബാക്കോ അല്ലെങ്കിൽ കാറ്റ് ബാക്കോ ചെയ്യേണ്ടതായിരിക്കും നല്ലത്. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറഞ്ഞ് അത്യാവശ്യം കുറച്ച് ട്യൂണിങ് പൊട്ടൻഷ്യൽ ഉള്ളൊരു വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇവൻ ഇതിപ്പോൾ നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്. നമുക്ക് ഇതിന് ടർബോ കിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർ ചാർജർ കിറ്റ് ഉണ്ട്, ക്യാം ചെയ്യാൻ വണ്ടി. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല പുഷ് ചെയ്യാൻ പറ്റും വണ്ടി. ഇത് ജനറൽ മോട്ടോഴ്സിൻ്റെ അത്യാവശ്യം നല്ലൊരു എഞ്ചിനാണ്. V8 ഷോർട്ട് ബ്ലോക്ക് എഞ്ചിനാണ് വരുന്നത്. അപ്പം ഇത് അത്യാവശ്യം സ്റ്റോക്ക് ഇൻറ്റർണൽസ് വെച്ച് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പുഷ് ചെയ്യാം. ഇവൻ സൂപ്പർ ചാർജർ കിറ്റൊക്കെ ഉണ്ട്.
ഇപ്പോൾ സൂപ്പർ ചാർജർ കിറ്റ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പുഷ് ചെയ്യാം, വണ്ടി ഹോൾഡ് ചെയ്യും. ഇപ്പോൾ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം ജസ്റ്റ് ബേസിക് സ്റ്റേജ് 2 ഒക്കെ നമ്മൾ നോക്കുന്നുള്ളൂ. ലിമിറ്റഡ് സ്ലിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റഡ് സ്ലിപ്പ് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് ബേൺ ഔട്ടും ഡ്രിഫ്റ്റും ഒക്കെ നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ് ഈ വണ്ടിക്ക്. ഇതിപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ ഇതിന് ഓപ്ഷൻ ആയിട്ടുള്ളത്? ഇതിനിപ്പോൾ നമ്മൾ മെയിനായിട്ട് കണ്ടു നന്നേക്കണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ ചാർജർ കിറ്റാണ്. പ്രോ ചാർജർ കിറ്റ് നമ്മൾ ആഡ് ചെയ്ത നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് ലുക്ക് വൈസ് ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ളത് ഹുഡും ബമ്പറുമാണ്. ഹുഡ് നമ്മൾ കാർബൺ ഫൈബർ കൊണ്ട് മറ്റേ ബമ്പിൾ ബി നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ട്രാൻസ്ഫോമേഴ്സ് കണ്ട അനുസരിച്ചുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ ബമ്പിൾ ബി ഹുഡും പിന്നെ ഫ്രണ്ട് ബമ്പർ മറ്റേ SL1-ൻ്റെയും ഇതിലേക്കൊക്കെ അപ്ഗ്രേഡ്, അതായത് ഈ മെഷ് മാറും. മെയിനായിട്ട് മറ്റേ പുതിയ ബമ്പർ സെറ്റ് ഇതിനകത്ത് നോക്കണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രില്ലും മാറും, ഈ കട്ടൗട്ടും വ്യത്യാസമായിരിക്കും. ഇതിൽ ഇച്ചിരി മാസീവായിട്ട് അഗ്രസീവ് ലുക്ക് തരുന്ന രീതിയിലുള്ള കട്ടൗട്ട് വരും. പലർക്കും പലതാണ്. ഇപ്പൊ ചിലവർക്ക് ഈ ബമ്പിൾ ബി ലുക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതിന് നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാം പുതിയ മോഡലിലോട്ട്. ഇത് ജനറേഷൻ 5 ആണ്. അപ്പൊ ജനറേഷൻ 6 വേണമെങ്കിൽ ബമ്പറും ഹുഡും ടെയിലാമ്പൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. അതിന്റെ ഒരു ഫുള്ള് പാക്കേജ് ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു ഹൈവൻ ഹെഡ്ലൈറ്റ് വിത്ത് ടെയിലാമ്പ് എല്ലാം കൂടെ കിടക്കുന്നത് എല്ലാവരും വരും. അപ്പൊ അതിനകത്ത് മാറ്റം തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലെ ട്രങ്കിന്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരും. ടെയിൽ ലൈറ്റിന്റെ അവിടുത്തെ ആ കട്ടൗട്ട് നമ്മൾ മാറ്റും. പിന്നെ ഹുഡില് ചെറുതായിട്ട് കട്ട് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അത് മാറ്റി കഴിഞ്ഞാൽ നമ്മള് പുതിയ ജെന്നിലേക്ക് മാറുന്നതായിരിക്കും. നമ്മള് വണ്ടി കണ്ടു. വണ്ടി ഓൾമോസ്റ്റ് സിംഗിൾ ഓണർ, അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടിയാണ്. ഷിഫ്റ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഗുഡാണ്. അപ്പം 6 സ്പീഡ് ക്ലച്ചും ഗുഡാണ്. പിന്നെ റസ്റ്റ് ആണെങ്കിൽ പറയാനില്ല, അതാണ് മെയിൻ. ഇത് നമ്മൾ പിന്നെ LSD ആണ് വണ്ടി. അപ്പം ലിമിറ്റഡ് സ്ലിപ്പ് ആയത് ഒരു അഡ്വാൻറ്റേജ് ആണ്. വണ്ടി എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ തീരുമാനമായില്ല. അപ്പം നമ്മൾ വരും എപ്പിസോഡിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇത് കണ്ട എല്ലാവർക്കും താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. പീസ്.